ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ് നെടുമങ്ങാട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്ന ചില ഏരിയാസും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാം, LD ടൈപ്പിസ്റ്റ് എക്സാം ഒക്കെ വരുന്നുണ്ട്. ഈ പരീക്ഷകൾക്കെല്ലാം ചോദിക്കുവാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി സെലക്ട് എ പാരാഗ്രാഫ് ബൈ യൂസിങ് വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്? ചുവടെ തന്നിരിക്കുന്ന ഏതോ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാരാഗ്രാഫിനെ എന്ത് ചെയ്യാൻ പറ്റും? തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കും, സെലക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. എന്താണെന്ന് ഓപ്ഷൻ വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓപ്ഷൻ എ, double click left button of the mouse. Option B, press Ctrl key and double click left button of the mouse. Option C, triple click left button of the mouse. Option D, press Ctrl and triple click on the left button of the mouse. ഇതിൽ ഏത് ഓപ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഒരു പാരാഗ്രാഫ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ തന്നെ ഇതേപോലുള്ള മൗസ് ട്രിക്കുകളും കീബോർഡ് ഷോർട്ട് കട്ടുകളും ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അത്യാവശ്യം പ്രവൃത്തി പരിചയമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിലൊക്കെ ടൈപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സൽ വേർഡ് ഇതിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മനസ്സിലാക്കുക, എങ്ങനെയായിരിക്കും നമുക്കൊരു പാരാഗ്രാഫ് സെലക്ട് ചെയ്യാൻ പറ്റുക? കറക്റ്റ് ആൻസർ എന്താണെന്ന് പരിശോധിക്കാം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ട്രിപ്പിൾ ക്ലിക്ക് ദ ലെഫ്റ്റ് ബട്ടൺ ഓഫ് മൗസ്. മൗസിന്റെ ലെഫ്റ്റ് ബട്ടണെ ഒരു പാരാഗ്രാഫിന്റെ ഏതെങ്കിലും ഒരു വേർഡിന്റെ മുകളിൽ വെച്ചുകൊണ്ട് 3 തവണ എന്ത് ചെയ്യുക? ക്ലിക്ക് അടിക്കുക. ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരു എൻ്റർ പാരാഗ്രാഫ് എന്ത് ചെയ്യാം? നമുക്ക് സെലക്ട് ചെയ്യാം. മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഒരു ഡോക്യുമെന്റിനകത്തെ ഒരു പാരാഗ്രാഫ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൗസ് പോയിന്റർ അല്ലെങ്കിൽ നമ്മുടെ കേഴ്സർ ഒരു പാരാഗ്രാഫിന്റെ ഏതെങ്കിലും ഒരു വാക്കിന്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് മൗസിലെ ലെഫ്റ്റ് ക്ലിക്ക് ബട്ടൺ ഉണ്ടല്ലോ, അത് 3 തവണ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക, ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഒരു എൻ്റർ പാരാഗ്രാഫ് എന്ത് ചെയ്യാം? നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു പക്ഷേ ഈ ഒരു ചോദ്യം തന്നെ മറ്റൊരു ശൈലിയിൽ ചോദിക്കും. നമുക്കൊരു വേർഡാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ, ഒരു വേർഡാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ എത്ര മൗസ് ക്ലിക്ക് അടിക്കണമെന്ന് ചോദിച്ചാൽ പറയുക, ആ ഒരു വാക്കിന്റെ മുകളിൽ മൗസ് കൊണ്ടുവച്ചതിന് ശേഷം ഡബിൾ ക്ലിക്ക് എന്ത് ചെയ്യുക? കൊടുക്കുക. ഡബിൾ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഒരു പർട്ടിക്കുലർ വാക്ക് സെലക്റ്റഡ് ആവും. അപ്പൊ നല്ലൊരു ചോദ്യമാണ്, നല്ല സൂപ്പറായിട്ട് പഠിച്ചു വെക്കുക. ഹൗ ക്യാൻ വി സെലക്ട് എ പാരാഗ്രാഫ് ബൈ യൂസിങ് വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് എന്ന് ചോദിച്ചാൽ ട്രിപ്പിൾ ക്ലിക്ക് ലെഫ്റ്റ് ബട്ടൺ ഓഫ് ദ മൗസ്. ഇനി ഒരു വേർഡ് മാത്രമാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ വാക്കിന് മുകളിൽ വെച്ചുകൊണ്ട് ഡബിൾ ക്ലിക്ക് അടിക്കുക. ഇനി മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് നോക്കാം. ഇത് എൻ്റെ ഡോക്യുമെന്റ് ആണ് എന്ന് വിചാരിക്കുക. ഇത് എൻ്റെ ഡോക്യുമെന്റ് ആണ് എന്ന് വിചാരിക്കുക. ഇത് മാർജിൻ ഏരിയ ആണ് അല്ലേ? മാർജിൻ ഏരിയ ആണ്. ഈ ഡോക്യുമെന്റിനകത്ത് ഒരു പാരാഗ്രാഫിന് ഓരോ ലൈൻസ് ഉണ്ട്. അപ്പോൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഓരോ ലൈനും സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ലൈനും നേർക്ക് മാർജിൻ ഏരിയയിൽ കൊണ്ടുപോകുന്ന മൗസ് പോയിന്റർ കൊണ്ട് വെച്ചിട്ട് അവിടെ ഒരു ഒറ്റ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഓരോ ലൈനും ലൈൻ ബൈ ലൈൻ ആയിട്ട് എന്ത് ചെയ്യാം? എനിക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരു ഡോക്യുമെന്റിലെ ഓരോ വരിയും എനിക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർജിൻ ഭാഗത്ത് മൗസ് പോയിന്റർ കൊണ്ട് വെച്ചതിന് ശേഷം ഏത് ലൈനാണോ എനിക്ക് സെലക്ട് ചെയ്യേണ്ടത് ആ ലൈനിന് നേർക്ക് മാർജിൻ ഏരിയയിൽ മൗസ് കൊണ്ടുവച്ചതിന് ശേഷം മൗസ് എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക, ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ഒരു പാരാഗ്രാഫിന്റെ ലൈൻസിനെ എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. ഇങ്ങനെയുള്ള ട്രിക്കുകൾ നന്നായിട്ട് പഠിക്കുക. ഈ രീതിയിലായിരിക്കും കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, LD ടൈപ്പിസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവുക. അത് ഉറപ്പാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മെല്ലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഇത് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിന്റെ ഭാഗമായിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. പെർഫോമൻസ് ഓഫ് എ സൂപ്പർ കമ്പ്യൂട്ടർ ഈസ് മെഷേർഡ് ഇൻ. നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസിനെ അളക്കുന്നത് എന്ത് യൂണിറ്റിലാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഫ്ലോപ്സ്, ഓപ്ഷൻ ബി MIPS,
ഓപ്ഷൻ സി KIPS, ഓപ്ഷൻ ഡി ജിഗാഹെഡ്സ്. അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഏതായിരിക്കും പറഞ്ഞേ? നിങ്ങൾക്ക് അറിയാമായിരിക്കും, കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും. എന്താണ് കറക്റ്റ് ആൻസർ? സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് അളക്കുവാനായി ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഫ്ലോപ്സ് ആണ്. ഓപ്ഷൻ എ ഫ്ലോപ്സ്. എന്താണ് ഫ്ലോപ്സ്? ഫ്ലോപ്സിന്റെ ഫുൾ ഫോം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് നോക്കാം. ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻ, ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് ആണ് ഫ്ലോപ്സിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നന്നായിട്ട് പഠിച്ചു വെക്കുക. നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് അളക്കുവാനായി ഉപയോഗിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ പറയുക ഫ്ലോപ്സ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മാർക്ക് വിട്ടുകൊടുക്കരുത്, മാർക്ക് നേടിയെടുക്കുക കേട്ടോ. നന്നായിട്ട് പഠിക്കുക. ഇതുവരെയും ഈ ഒരു ക്വസ്റ്റ്യൻ അറിഞ്ഞൂടാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സൂപ്പർ കമ്പ്യൂട്ടർ അനുപം ഡെവലപ്ഡ് ഇൻ ഇന്ത്യ ബൈ. നമ്മുടെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് അനുപം എന്ന് പറയുന്നത്. അനുപം ഡെവലപ്പ് ചെയ്തത് ആരാണ്, ഏത് ഓർഗനൈസേഷൻ ആണ് എന്നുള്ളതാണ് ചോദ്യം. നോക്കിയ ആണോ, ബാർക്ക് ആണോ, IBM ആണോ, മൈക്രോസോഫ്റ്റ് ആണോ? ഇതിൽ ആരാണ് സൂപ്പർ കമ്പ്യൂട്ടർ, ഇന്ത്യയിൽ സൂപ്പർ കമ്പ്യൂട്ടർ ആയ അനുപം ഡെവലപ്പ് ചെയ്തത്? അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നോക്കിയ, IBM, മൈക്രോസോഫ്റ്റ് ഒക്കെ പറയുന്നത് ഇന്ത്യയിൽ ഉള്ള കമ്പനി അല്ല. സോ കൃത്യമായിട്ടുള്ള ആൻസർ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ബാർക്ക് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അനുപം എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ വികസിപ്പിച്ചത് ബാർക്കാണ്. ബാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്റർ. ആറ്റോമിക് റിസർച്ച് സെന്ററിലാണ് എന്ത് ചെയ്തത്? അനുപം എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ 1991 എന്ത് ചെയ്തത്? ഡെവലപ്പ് ചെയ്തത് എന്നുള്ള കാര്യം നന്നായിട്ട് പഠിച്ചുകൊള്ളുക. ഇത് നമ്മുടെ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ആയാലും ശരി, ടൈപ്പിസ്റ്റ് ആയാലും ശരി, ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാം. സോ നന്നായിട്ട് പഠിച്ചുകൊള്ളുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. ഇത് ജനറൽ നോളജ് ഓറിയന്റഡ് ആയിട്ട് ആയിരിക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഒന്ന് പഠിച്ചു വെക്കുക. ഭയങ്കരമായിട്ടൊന്നും പഠിച്ചില്ലെങ്കിലും സൂപ്പർ കമ്പ്യൂട്ടർ, ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഏതൊക്കെയാണ്, ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തത് എവിടെയാണ്, ആരാണ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ഫാദർ എന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നല്ലൊരു ചോദ്യം. വിച്ച് ഓൺ ഈസ് നോട്ട് എ ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ? അപ്പൊ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരയ്ക്കുക എന്താണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നതെന്ന്. വിച്ച് ഓൺ ഈസ് നോട്ട് എ ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ ഇൻ MS Word 2007 അല്ലെങ്കിൽ MS Word? മൈക്രോസോഫ്റ്റ് വേർഡിൽ ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ അല്ലാത്തത് ഇങ്ങനെയുള്ള നോട്ട് എ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പേന വെച്ച് അല്ലെങ്കിൽ ഒരു പെൻസിൽ വെച്ചൊരു വര ഇങ്ങനെ വരച്ചു വെക്കുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോകും കേട്ടോ. നോട്ട് എ ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ മൈക്രോസോഫ്റ്റ് വേർഡിലെ ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ അല്ലാത്തത് എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓപ്ഷൻ എ സിംഗിൾ, ഓപ്ഷൻ ബി എക്സാക്ട്ലി, ഓപ്ഷൻ സി മൾട്ടിപ്പിൾ, ഓപ്ഷൻ ഡി ട്രിപ്പിൾ. ഇതിൽ മൈക്രോസോഫ്റ്റ് വേർഡിൽ ലഭ്യമല്ലാത്ത ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അറിയാമോ? നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ട്രിപ്പിൾ. ട്രിപ്പിൾ എന്ന് പറയുന്ന ഒരു ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ മൈക്രോസോഫ്റ്റ് വേർഡിൽ ഇല്ല. ബാക്കി പറയുന്ന സിംഗിളും എക്സാക്ട്ലിയും മൾട്ടിപ്പിളും ഡബിളും അല്ലെ, ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ലൈൻ സ്പേസിംഗ് ഓപ്ഷൻസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഇനി 1-2 ഷോർട്ട് കട്ടുകളുണ്ട്. അതായത് 1.0 സ്പേസിംഗ് ആണ് സിംഗിൾ ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്നത്. സിംഗിൾ ലൈൻ സ്പേസിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ടാണ് Ctrl+1 എന്ന് പറയുന്നത് കേട്ടോ. Ctrl+1. അതുപോലെ തന്നെ 2.0 PT ആണ് ഡബിൾ ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്നത്. ഡബിൾ ലൈൻ സ്പേസിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് Ctrl+2 ആണ്. അതുപോലെ 1.5 ലൈൻ സ്പേസിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് Ctrl+5 ആണ്. ഇത് നന്നായിട്ട് പഠിച്ചു നോക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാമെന്നല്ല, ചോദിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പോൾ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നത്
ഇതുവരെയും അറിയാത്ത ഉദ്യോഗാർത്ഥികളുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു അവ്യക്തതയുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക കേട്ടോ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിരന്ന് കിടക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇമ്പാക്ട് പ്രിന്റർ? കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിൽ ഹാർഡ്വെയർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമാണ്. ഇമ്പാക്ട് പ്രിന്ററിന്റെ എക്സാമ്പിൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രിന്ററുകൾ പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഇമ്പാക്ട് പ്രിന്ററും ഉണ്ട്, നോൺ ഇമ്പാക്ട് പ്രിന്ററും ഉണ്ട്. ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇങ്ക്ഡ് റിബൺ പേപ്പറിൽ വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് പ്രിന്റ് ഫോം ആകുന്ന രീതിയാണ് ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത്. നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഇങ്ക്ഡ് റിബൺ ഡയറക്റ്റ് ആയിട്ട് പേപ്പറിൽ ടച്ച് ചെയ്യാതെ പ്രിന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയാണ് നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഇമ്പാക്ട് പ്രിന്റർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ലേസർ പ്രിന്റർ ആണോ, ലൈൻ പ്രിന്റർ ആണോ, ഇങ്ക്ജെറ്റ് പ്രിന്റർ ആണോ, നൺ ഓഫ് ദ എബോവ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് ഓൾറെഡി പഠിച്ചിട്ടിരിക്കുന്ന ആൾക്കാർ കറക്റ്റായിട്ട് തന്നെ ആൻസർ പറയും. കൃത്യമായിട്ടുള്ള ആൻസർ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇമ്പാക്ട് പ്രിന്ററിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ലൈൻ പ്രിന്റർ ആണ് കേട്ടോ. ലൈൻ പ്രിന്റർ ആണ് ഇമ്പാക്ട് പ്രിന്ററിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന ലേസർ പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ, അതുപോലെ തന്നെ തെർമൽ പ്രിന്റർ ഇവരെല്ലാം നോൺ ഇമ്പാക്ട് പ്രിന്ററിന്റെ എക്സാമ്പിളുകളാണ് കേട്ടോ. ലേസർ പ്രിന്റർ, അതുപോലെ തന്നെ ഇങ്ക്ജെറ്റ് പ്രിന്റർ, തെർമൽ പ്രിന്റർ ഇവരെല്ലാം നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് ആണ്. എന്നാൽ ലൈൻ പ്രിന്റർ, അതുപോലെ തന്നെ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ഡെയ്സി വീൽ പ്രിന്റർ ഇവരെല്ലാം ഇമ്പാക്ട് പ്രിന്റേഴ്സിന് എക്സാമ്പിൾ ആണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അപ്പൊ പ്രിന്ററുകൾ പ്രധാനമായിട്ട് 2 തരത്തിലാണുള്ളത്. ഇമ്പാക്ട് പ്രിന്ററും ഉണ്ട്, നോൺ ഇമ്പാക്ട് പ്രിന്ററും ഉണ്ട് കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിച്ചു നോക്കുക. ഇമ്പാക്ട് പ്രിന്ററുകൾ ഏതാണ് എന്ന് അറിഞ്ഞിരിക്കണം, നോൺ ഇമ്പാക്ട് പ്രിന്ററുകൾ ഏതാണെന്നും അറിഞ്ഞിരിക്കണം. കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സൈസ് ഓഫ് എ മോണിറ്റർ ഈസ് ഇറ്റ്സ്. വളരെ നല്ലൊരു ചോദ്യം. കുറേ ഉദ്യോഗാർത്ഥികൾ, കുറച്ചു പേരെങ്കിലും തെറ്റിക്കുവാനും സാധ്യത ഉള്ളൊരു ചോദ്യം. ഒരു മോണിറ്ററിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഹൊറിസോണ്ടൽ ലെങ്ത്, ഓപ്ഷൻ ബി വെർട്ടിക്കൽ ലെങ്ത്, ഓപ്ഷൻ സി ഡയഗണൽ ലെങ്ത്, ഓപ്ഷൻ ഡി ഹൊറിസോണ്ടൽ ലെങ്ത്, വെർട്ടിക്കൽ ലെങ്ത്, ഹൊറിസോണ്ടൽ ലെങ്ത് ആൻഡ് വെർട്ടിക്കൽ ലെങ്ത്. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? നമ്മളൊക്കെ ഈ മൊബൈൽ ഫോണൊക്കെ മേടിക്കുമ്പോഴേ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വാങ്ങാൻ മൊബൈൽ ഷോപ്പിൽ പോകുമ്പോൾ ആ മൊബൈലിന്റെ ആ ഒരു ഡിസ്പ്ലേന്റെ സൈസ് നമ്മൾ നോർമലി അളക്കുന്ന ഒരു രീതിയുണ്ട് കേട്ടോ. ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും. ദ സൈസ് ഓഫ് എ മോണിറ്റർ ഈസ് ഇറ്റ്സ്. ഒരു മോണിറ്ററിന്റെ സൈസ് എന്താണ്? സൈസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ പറയാറില്ലേ 20 ഇഞ്ച്, 25 ഇഞ്ച്, 17 ഇഞ്ച് എന്നൊക്കെ പറയാറുണ്ട്. നോർമലി നമ്മളൊക്കെ 17 ഇഞ്ചിന്റെ മോണിറ്റർ ആണ് കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. 17, 15 ഒക്കെ നമ്മൾ യൂസ് ചെയ്യും നോർമലി, ഒരു സ്റ്റാൻഡേർഡ്, കോമൺ സ്റ്റാൻഡേർഡ്. പിന്നെ എഡിറ്റിംഗ് പർപ്പസിനൊക്കെ വലിയ മോണിറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് കണക്കാക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്ത് ലെങ്ത്തിന്റെ അടിസ്ഥാനത്തിലാണ്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ഡയഗണൽ ലെങ്ത് കേട്ടോ. ഇതൊരു മോണിറ്റർ ആണെങ്കിൽ ഈ ഒരു ലെങ്ത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു മോണിറ്ററിന്റെ സൈസ്, വലുപ്പം എന്ത് ചെയ്യുന്നത്, നിർണ്ണയിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദ സൈസ് ഓഫ് എ മോണിറ്റർ ഈസ് ഇറ്റ്സ്. എന്താണ് എന്ന് ചോദിച്ചാൽ പറയുക ഡയഗണൽ ലെങ്ത്. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ തെറ്റിക്കരുത്. അടുത്തൊരു ചോദ്യം. ഷോർട്ട് കട്ട് കീ ഫോർ സബ്സ്ക്രിപ്റ്റ് ഈസ്. നമുക്ക് സബ്സ്ക്രിപ്റ്റ് ക്യാരക്ടർ ഉണ്ടാക്കണം അല്ലേ? ഉദാഹരണത്തിന് H2O വെള്ളത്തിന്റെ ഫോർമുലയാണ് അല്ലെ, വാട്ടറിന്റെ കെമിക്കൽ ഫോർമുലയാണ്. അപ്പൊ ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അപ്പൊ ആ 2 എന്ന് പറയുന്ന വാല്യൂവിനെ കാണിച്ചിരിക്കുന്നത് എന്തായിട്ടാണ്? സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ്. അങ്ങനെ സബ്സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിൽ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ എന്താണ്? ഓപ്ഷൻ എ കൺട്രോൾ ഈക്വൽ ടു, ഓപ്ഷൻ ബി കൺട്രോൾ ഷിഫ്റ്റ് ഈക്വൽ ടു, ഓപ്ഷൻ സി ഓൾട്ട് ഷിഫ്റ്റ് ഈക്വൽ ടു, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? സബ്സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കൺട്രോൾ ഈക്വൽ ടു ആണ്. കൺട്രോൾ ഈക്വൽ ടു ആണ് സബ്സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട്. അതുപോലെ തന്നെ സൂപ്പർ സ്ക്രിപ്റ്റ് ഉണ്ട്.
സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ഇങ്ങനെ മുകളിൽ കിടക്കുമല്ലേ ഈ 2. ഇതാണ് സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സൂപ്പർ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോള് ഷിഫ്റ്റ് ഈക്വൽ ടു എന്ന് പറയുന്നത്. കൺട്രോള് ഷിഫ്റ്റ് ഈക്വൽ ടു, തിരിഞ്ഞു പോകരുത് കേട്ടോ, എപ്പോഴും തിരിഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. സബ്സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കൺട്രോളും ഈക്വൽ ടുവും, സൂപ്പർ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കൺട്രോള് ഷിഫ്റ്റ് ഈക്വൽ ടു. നന്നായിട്ട് പഠിക്കുക. ഷോർട്ട് കട്ട് കീ ഫോർ സബ്സ്ക്രിപ്റ്റ് ഈസ് കൺട്രോൾ ഈക്വൽ ടു. സൂപ്പർ സ്ക്രിപ്റ്റ് ആണെങ്കിലോ കൺട്രോൾ ഷിഫ്റ്റ് ഈക്വൽ ടു. നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിൽ ഹോം ടാബിൽ ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്നാണ് സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അത് അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ക്യാഷ് മെമ്മറി വിൽ ബി അവൈലബിൾ. ഇത് മെമ്മറി ഡിവൈസുമായിട്ട് അല്ലെങ്കിൽ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ക്യാഷ് മെമ്മറി എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? ഇൻ ബിറ്റ്വീൻ റാം ആൻഡ് വിർച്വൽ മെമ്മറി, ഇൻ ബിറ്റ്വീൻ റാം ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, ഇൻ ബിറ്റ്വീൻ പ്രോസസർ ആൻഡ് റാം, ഇൻ ബിറ്റ്വീൻ പ്രോസസർ ആൻഡ് രജിസ്റ്റർ. എവിടെയാണ് ക്യാഷ് മെമ്മറി കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ എന്തായിരിക്കും? എവിടെയാണ് ക്യാഷ് മെമ്മറി കാണാൻ സാധിക്കുക? എവിടെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഇൻ ബിറ്റ്വീൻ പ്രോസസർ ആൻഡ് റാം. റാമിനും പ്രോസസറിനും ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. റാൻഡം ആക്സസ് മെമ്മറിക്കും പ്രോസസറിനും അല്ലെങ്കിൽ സി പി യുവിനും, പ്രോസസറിനെ തന്നെയാണ് സി പി യു എന്ന് പറയുന്നത്, ഈ രണ്ട് ഡിവൈസുകൾക്കിടയിലായിട്ട് നമുക്ക് എന്ത് കാണാം? ക്യാഷ് മെമ്മറി കാണാം. ക്യാഷ് മെമ്മറിയുടെ ഉപയോഗം എന്താണ് അറിയാമോ? ക്യാഷ് മെമ്മറി എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന്? ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വന്റ്ലി യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി ആക്സസ്ഡ് ആയിട്ടുള്ള ഡാറ്റകളെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ഒരു ഡാറ്റ പ്രോസസ്സിംഗ് നടക്കുന്ന സമയത്ത് എല്ലായ്പ്പോഴും സി പി യുവിന് മെയിൻ മെമ്മറിയിൽ പോയി ഡാറ്റ റെഫർ ചെയ്ത് എടുത്തുകൊണ്ട് വരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഫ്രീക്വന്റ്ലി ആക്സസ്ഡ് ആയിട്ടുള്ള ഡാറ്റകളെ ക്യാഷ് മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സി പി യുവിന് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ക്യാഷ് മെമ്മറിക്കകത്ത് നിന്ന് സാധനം എടുത്ത് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ക്യാഷ് മെമ്മറി വിൽ ബി അവൈലബിൾ ബിറ്റ്വീൻ പ്രോസസർ ആൻഡ് റാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്യാഷ് മെമ്മറി? ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഫ്രീക്വന്റ്ലി ആക്സസ്ഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള കാര്യവും നന്നായിട്ട് പഠിച്ച് വെച്ചിരിക്കുക കേട്ടോ, അറിഞ്ഞിരിക്കുക. ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോളറ്റൈൽ മെമ്മറി തന്നെയാണ്. അതുപോലെ പ്രൈമറി മെമ്മറിയുടെ ഭാഗവുമാണ് എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചിരിക്കുക. വോളറ്റൈൽ എന്ന് പറയാൻ കാരണം എന്താ? പവർ പോയി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡാറ്റകൾ മുഴുവനും ലോസ് ആയി പോവും ഉള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ നല്ല ഒരു ചോദ്യമാണ്, വൃത്തിയായിട്ട് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following is not an operating system? ചുവടെ തന്നിരിക്കുന്നവയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ആരാണ്? വിൻഡോസ്, മാക് OS, ലിനക്സ്, സഫാരി. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണ്, ഞാൻ കൂടുതൽ കഥ പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ സഫാരിയാണ്. സഫാരി എന്ന് പറഞ്ഞാൽ ഒരു വെബ് ബ്രൗസർ ആണ്. ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്ത വെബ് ബ്രൗസർ ആണ് സഫാരി എന്ന് പറയുന്നത്. ആപ്പിളിന്റെ മാക്കിൻടോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ iOS-ലൊക്കെ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫാരിയാണ്. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന വിൻഡോസും മാക്കും ലിനക്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് അല്ലേ? ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, firmware can be described as. എന്താണ് firmware? ഓപ്ഷൻ എ, സോഫ്റ്റ്വെയർ ദാറ്റ് ക്യാൻ ബി ഈസിലി മോഡിഫൈഡ്. ഓപ്ഷൻ ബി, എ കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ പെർമനന്റ്ലി സ്റ്റോർഡ് ഇൻ റോം. ഓപ്ഷൻ സി, എ ടൈപ്പ് ഓഫ് വൈറസ് പ്രൊട്ടക്ഷൻ സോഫ്റ്റ്വെയർ. ഓപ്ഷൻ ഡി, എ ടെക്സ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ നമുക്ക് പരിശോധിക്കാം. എ കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ പെർമനന്റ്ലി സ്റ്റോർഡ് ഇൻ റോം. അപ്പോൾ എന്താണ് ഫേംവെയർ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. റീഡ് ഓൺലി മെമ്മറിക്കകത്ത് പെർമനന്റ്ലി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫേംവെയർ എന്ന് പറയുന്നത് കേട്ടോ. റീഡ് ഓൺലി മെമ്മറിക്കകത്ത് റോമിനകത്ത് പെർമനന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ് ബയോസ് പ്രോഗ്രാം അല്ലെങ്കിൽ UEFI. മോഡേൺ കമ്പ്യൂട്ടേഴ്സിലൊക്കെ UEFI ആണ് നമുക്ക് കാണാൻ സാധിക്കുക. മനസ്സിലാക്കുക.
അപ്പോൾ റോമിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫേംവെയറുകളാണ് ബയോസ് അല്ലെങ്കിൽ UEFI എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ റോം എന്ന് പറയുന്ന ആ ഒരു ഡിവൈസിൽ ആ ഒരു മെമ്മറിക്കകത്ത് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫേംവെയർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മികച്ച ഒരു ചോദ്യം, ലേറ്റസ്റ്റ് പെരിഫറൽസ് എന്ന ഭാഗത്ത് നിന്ന് ചോദിക്കുവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് OLED മോണിറ്റർ? OLED മോണിറ്ററിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഓപ്ഷൻ എ, റിക്വസ്റ്റ് ബാക്ക്ലൈറ്റ് ഫോർ ഡിസ്പ്ലേ. ഓപ്ഷൻ ബി, തിക്കർ ആൻഡ് ഹെവിയർ ദാൻ LCDs. ഓപ്ഷൻ സി, ഹയർ കോൺട്രാസ്റ്റ് റേഷ്യോ ആൻഡ് ഡീപ്പർ ബ്ലാക്സ്. ഓപ്ഷൻ ഡി, ലിമിറ്റഡ് വ്യൂയിങ് ആംഗിൾ. ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് എന്ന് ചോദിച്ചാൽ OLED മോണിറ്ററിന് ഹൈ കോൺട്രാസ്റ്റ് റേഷ്യോയും ഡീപ്പർ ബ്ലാക്സും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. OLED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ബാക്ക് ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് എന്ത് ചെയ്യുന്നില്ല, ഓർഗാനിക് LED മോണിറ്ററിനകത്ത് യൂസ് ചെയ്യുന്നില്ല. സാധാരണ LED മോണിറ്ററിലും LCD മോണിറ്ററിലും ഒക്കെ ബാക്ക് ലൈറ്റിംഗ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ ഇമേജ് ക്രിയേറ്റ് ആകുന്നത്. എന്നാൽ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്ററിൽ ബാക്ക് ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. ഡീപ്പർ ബ്ലാക്സും ഹയർ കോൺട്രാസ്റ്റ് റേഷ്യോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള മോണിറ്റേഴ്സ് ആണ് OLED മോണിറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, one of the following page size options cannot be selected from the drop down menu of the size button in page layout ribbon in MS Word 2007. മൈക്രോസോഫ്റ്റ് വേർഡിൽ പേജ് ലേഔട്ട് ടാബ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് അവൈലബിൾ അല്ലാത്ത ഒരു സൈസ് ഉണ്ട്, പേജ് സൈസ് ഉണ്ട്. അത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ് ആണോ, ലീഗൽ ആണോ, ലെറ്റർ സ്മാൾ ആണോ, സ്റ്റാഫ്ലോയിഡ് ആണോ? ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയാമോ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, സ്റ്റാഫ്ലോയിഡ് കേട്ടോ. ഓപ്ഷൻ ഡി സ്റ്റാഫ്ലോയിഡ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പേജ് സൈസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കിട്ടും, അതിനകത്ത് അവൈലബിൾ അല്ലാത്ത ഒരു സൈസാണ് സ്റ്റാഫ്ലോയിഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പഠിച്ചു. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡിനേക്കാൾ വേഗത്തിൽ ടൈപ്പിസ്റ്റ് ജോലി നേടാം. ആ ജോലി നേടിത്തരുവാനായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ടൈപ്പിസ്റ്റിനായി പുതിയ ഒരു ബാച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പരമാവധി കാര്യങ്ങൾ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി നിങ്ങൾക്ക് ജോലി ലഭിക്കും, അല്ലെങ്കിൽ ജോലി ലഭിക്കണം. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 8590202323 എന്ന് പറയുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഇത്തരം കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ടൈപ്പിസ്റ്റ് എക്സാമിനൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരോടും ഇക്കാര്യം ഷെയർ ചെയ്യുക. ഫ്രീഡം ടു യുവർ ഡ്രീം ജോബ്. നമ്മുടെ 80th ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഓഗസ്റ്റ് 15 അഡ്മിഷൻ എടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും PSCയിലെ എല്ലാ കോഴ്സുകൾക്കും അപ് ടു 30% ഫ്രീഡം ഓഫർ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ അറിയിക്കുക. ഓഗസ്റ്റ് 15 അഡ്മിഷൻ എടുക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും എല്ലാ PSC കോഴ്സുകൾക്കും അപ് ടു 30% വരെ ഫ്രീഡം ഓഫർ ഇപ്പോൾ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും വിളിക്കുക 8590202323. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ഏരിയാസും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു വെരി മച്ച്.